ന്യൂസ് 9 തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ഹൃദ്യം പദ്ധതി താളം തെറ്റുന്നു. സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ പദ്ധതിയുമായി സഹകരിച്ചിരുന്ന 7 ആശുപത്രികളിൽ 2 പദ്ധതിയിൽ നിന്ന് പിന്മാറി. മലബാർ മേഖലയിലെ ഏക ചികിത്സാ കേന്ദ്രമായ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയും പിന്മാറിയതോടെ 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ചികിത്സ പ്രതിസന്ധിയിലായി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ 2017 ആരംഭിച്ച ഹൃദ്യം പദ്ധതിയാണ് മലബാർ മേഖലയിൽ താളം തെറ്റുന്നത്. പദ്ധതിയിൽ എംപാനൽ ചെയ്തിരുന്ന 7 ആശുപത്രികളിൽ വടക്കൻ ജില്ലകളിൽ ആകെ ഉണ്ടായിരുന്നത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രി മാത്രമായിരുന്നു. സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ ഏപ്രിൽ മുതൽ ഇവർ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഇനിമേൽ ചികിത്സയ്ക്ക് രോഗികളുടെ രക്ഷിതാക്കൾ പണം നൽകണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതോടെ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഹൃദയ ചികിത്സ പ്രതിസന്ധിയിലായി. ഇതോടെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് കടുത്ത ദുരിതത്തിലായത്. 1000-2000 രൂപയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അത് ചെയ്തിട്ട് ചികിത്സയിൽ മുമ്പോട്ട് പോകാമായിരുന്നു. പക്ഷേ വലിയൊരു എമൗണ്ട് സർജറിക്കടക്കം ഈ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രയാസമാണ് വയനാട് ജില്ല അടക്കമുള്ള മലപ്പുറം, കോഴിക്കോട് ജില്ല അടക്കമുള്ള രക്ഷിതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത്. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, തിരുവല്ല എന്നിവിടങ്ങളിലായി 6 ആശുപത്രികളിൽ മാത്രമാണ് നിലവിൽ ഹൃദ്യം പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത്. മലബാറിൽ സർക്കാരിൻ്റെ ഹൃദ്യം പദ്ധതിയുമായി സഹകരിക്കുന്ന ഒരാശുപത്രി പോലും നിലവിലില്ല എന്നുള്ളതാണ് പ്രയാസം. ഇപ്പോൾ വയനാട്ടും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഒക്കെയുള്ള ആളുകൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളം വരെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് കാർഡിയോളജി ഇല്ലാത്തതാണ് സർക്കാർ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത്. ജില്ലാ ആശുപത്രികളിലടക്കം പീഡിയാട്രിക് കാർഡിയോളജി സംവിധാനം ഏർപ്പെടുത്തി മലബാർ മേഖലയിലെ ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.